വസന്ത് തെങ്ങുംവള്ളി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ പല വിഷയങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്നത് ഈ തീവ്ര മതമൗലികവാദികളെ കൂടെ കൂട്ടിയുള്ള ഏതാണ്ട് 10 വർഷക്കാലത്തെ ഭരണമാണ് എന്ന് സംബന്ധിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ? അതായത് IS റിക്രൂട്ട്മെന്റും ലവ് ജിഹാദും അതല്ലെങ്കിൽ ഹിജാബ് തുടങ്ങിയ വിഷയങ്ങളിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള മതമൗലികവാദികൾക്ക് അനുകൂലമായ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടോ? ശ്രീ വസന്ത്. അല്ല, ഞങ്ങളുടെ വിലയിരുത്തലിൽ ഒന്നാമത്തെ കാരണം ഈ സർക്കാരിനെതിരായ ജനവിരുദ്ധ വോട്ടുകളാണ്. അത് ജനവിരുദ്ധ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പല വിഷയങ്ങളും ഉണ്ടല്ലോ, അതിനൊക്കെ മോളിലാണ് നേരിട്ട് ജനത്തെ ബാധിക്കുന്ന KSEB ബില്ല്, വാട്ടർ ബില്ല്, ഓട്ടോറിക്ഷകളുടെ പെർമിറ്റിന്റെ പ്രശ്നം. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ മഹാബലി വരുമ്പോൾ പോലും സാധനമില്ലാത്ത മാവേലി സ്റ്റോർ തൊട്ട് K സ്റ്റോറിൽ എലിയും ഖജനാവിൽ പൂച്ചയും പറ്റി കിടക്കുന്ന ഗതികേട് ഈ സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഉണ്ട് എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വോട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇപ്പൊ ഏത് ചിന്തയുള്ളവരുമാട്ടെ, ഇപ്പൊ ഗൗതം ആണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ സതീഷ് വസന്ത് ആവട്ടെ, നന്ദു ആവട്ടെ, വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേക്ക് വീട് കൂട്ടുന്നതിന് മുമ്പ് കറണ്ട് ഓഫ് ചെയ്യും. അപ്പൊ കറണ്ട് ബില്ലിനെ പറ്റി ചിന്തിക്കും. എന്നിട്ട് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പൊ പെട്രോൾ സെസ്സിനെ പറ്റി ചിന്തിക്കും. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഓട്ടോക്കാരനെ കണ്ടാൽ അവന്റെ പെർമിറ്റ് 450% വർദ്ധിപ്പിച്ച ഒരു സർക്കാരിനെ പറ്റി ചിന്തിക്കും. എന്റെയോ ഗൗതത്തിന്റെയോ വീട്ടിൽ മഴക്കാലത്ത് കുറച്ച് തുണി വിരിക്കാൻ വേണ്ടി മോളിൽ കുറച്ച് ഷീറ്റ് വലിച്ചു കെട്ടിയാൽ അതിന് കൊടുക്കണം ലക്ഷറി ടാക്സ് ഈ സർക്കാരിന്റെ കാലത്ത്. അങ്ങനെയുള്ളൊരു വലിയ ഗതികേട് അത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയിട്ടുണ്ട്. ഒരു 70-80% വോട്ടിനെ സ്വാധീനിച്ചത് അത് മാത്രമാണ്, അത് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ നന്ദുവിനാവട്ടെ, എനിക്കാവട്ടെ, അല്ലെങ്കിൽ ഗൗതത്തിനാവട്ടെ, നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെയല്ല. അടിസ്ഥാനപരമായി ജനത്തെ നേരിട്ട് ബാധിച്ച, ജനത്തെ നേരിട്ട് പ്രതിസന്ധിയിലാക്കിയ, അവരുടെ ജീവിതത്തെ ദുഷിപ്പിച്ച, നരകതുല്യമാക്കിയ ഒരു സർക്കാരാണ് 10 വർഷമായി ഇവിടെ ഭരിക്കുന്നതെന്ന് അവർക്ക് നേരിട്ടറിയാം. ആ ചിന്ത വരുമ്പോ വർഗീയതയുടെ കോട്ടിലായിരുന്നോ പന്ത് എന്നുള്ളതൊന്നും ചിന്തിക്കാൻ ജനത്തിന് സാധിക്കില്ല. അപ്പോ പർട്ടിക്കുലർലി ഞങ്ങളുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ ജനകീയ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ്. എന്നിട്ട് ഇവർ പറഞ്ഞു 2000 രൂപ എന്ത് കൊടുത്തു, പെൻഷൻ കൊടുത്തു എന്ന്. ഇപ്പോൾ കൊടുക്കേണ്ടിയിരുന്നത് ഇടത് ഭരണകാലത്തെ അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ പ്രകടന പത്രിക പ്രകാരം ഇപ്പോൾ കൊടുക്കേണ്ടത് 2500 രൂപയാണ്. അതും റെഗുലറായി കൊടുക്കേണ്ടിയിരുന്നതാണ്. ഒരാൾക്ക് കഴിഞ്ഞ മാസം കിട്ടേണ്ടിയിരുന്നത് സർക്കാർ കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ ഏതാണ്ട് 60,000 രൂപ എടുത്താണ്. അത് കൊടുക്കാതെ പിടിച്ചു വെച്ച് ഏറ്റവും എടുക്കാൻ 2000 കൊടുത്തു. നോക്കൂ, നാളെ ജനം TV അങ്ങേക്ക് ഒരു 10 മാസത്തെ ശമ്പളം തരുന്നില്ല. 10 മാസത്തെ ശമ്പളം തരാതിരുന്നിട്ട് അങ്ങേക്ക് ഒരു 1 ലക്ഷം രൂപയാണ് ശമ്പളം എന്നിരിക്കട്ടെ. 11ാമത്തെ മാസം 10 മാസത്തെ ശമ്പളം തന്നേയില്ല. അപ്പൊ 10 ലക്ഷം രൂപ കിട്ടാണല്ലോ. അപ്പൊ അവസാനം 11ാമത്തെ മാസം അങ്ങേക്ക് 50,000 രൂപ തന്നിട്ട് ജനം TVയുടെ നിങ്ങളുടെ ഹെഡ് ഓഫീസിന് മുമ്പിൽ വലിയൊരു ഫ്ലക്സ് അടിച്ചു വെക്കുകയാണ്. ഗൗതത്തിന് ശമ്പളം കൊടുത്ത് ജനം TV മാനേജ്മെന്റിന് അഭിവാദ്യങ്ങൾ. ആ കണക്കിനാണ് ഇവരുടെ പെൻഷൻ തുക ഇവർ വിതരണം ചെയ്തത്. അതടക്കമുള്ള വിഷയങ്ങൾ ജനത്തെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇനി ന്യൂനപക്ഷ പ്രകടനം മാത്രമല്ല ഗൗതം നടത്തിയത്, ഭൂരിപക്ഷ പ്രകടനം നടത്താൻ ശ്രമിച്ചില്ലേ? അതായത് ഇവരുടെ അടിവേരിൽ നിന്ന് വോട്ട് ചോർന്നു പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇവർ അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിച്ചത്. അപ്പൊ നമ്മൾ ഓർത്തു ഇവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പ സംഗമത്തിന് ഇറങ്ങി പുറപ്പെടുന്നതെന്ന്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയിലെ ശ്രീശാസ്താവിന്റെ സംരക്ഷകരായ ദ്വാരപാലകരെ തന്നെ അടിച്ചോണ്ട് പോയി വിറ്റിട്ട് അത് പുറത്തു വരുമ്പോ കുറച്ച് അയ്യപ്പ ഭക്തരെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയാണ്, ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന്. വെള്ളാപ്പള്ളി നടേശനുമായി കാറിൽ വരുന്ന പിണറായി വിജയനെ കണ്ടല്ലോ. അറ്റ് ദ സെയിം ടൈം SDPI സെറ്റിൽ ചെയ്യുന്ന പിണറായി വിജയനെ കണ്ടു. അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. ഇതെന്താ അത്ഭുത സിദ്ധിയാണോ എന്ന് നന്ദന സിനിമയിൽ ജഗതിയോട് പറയുന്നത് പോലെ സിദ്ധൻ തന്നെ അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. എവിടെ കണ്ടു? ഭൂരിപക്ഷ വർഗീയത എവിടെയുണ്ടോ അവിടെയും കണ്ടു, ന്യൂനപക്ഷ വർഗീയത എവിടെയുണ്ടോ അവിടെയും കണ്ടു. ആരെ? പിണറായി വിജയനെ. ആ രീതിയിലാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് സൈദ്ധാന്തികപരമായി തെറ്റല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാവട്ടെ അല്ലെങ്കിൽ അഖില ലോക തലത്തിലാവട്ടെ ഇവർ സ്വീകരിച്ചിരിക്കുന്ന നയം എങ്ങനെയും അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ചിലയിടത്തത് വിപ്ലവമാണ്. അതായത് അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിച്ച് തോക്കും കയ്യിൽ എന്ത് ചെയ്യും, അവർ സമരം ചെയ്യും. എന്നിട്ട് ആ സർക്കാരിനെ അട്ടിമറിച്ച് വിപ്ലവത്തിലൂടെ അവിടെ പിടിച്ചെടുക്കും. പിന്നീട് ജനാധിപത്യം എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പറ്റില്ല. മറ്റു ചിലയിടത്ത് ജനാധിപത്യത്തിലൂടെ കടന്നു വരാൻ ശ്രമിക്കുക, ജനാധിപത്യത്തെ അട്ടിമറിച്ച് ബൂത്ത് പിടിക്കും, വോട്ട് പിടിക്കും, കള്ളവോട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ജനാധിപത്യത്തിലൂടെ വന്നു വരുത്താൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെയും ആരുടെ വോട്ട് മേടിച്ചും ഏത് തരത്തിലും അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഖില ലോക സിദ്ധാന്തം തന്നെ. അതുകൊണ്ടാണല്ലോ EMS ഇവരുടെ താത്വിക ആചാര്യൻ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും കോൺഗ്രസ്
കോൺഗ്രസിനെ തോൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. കോൺഗ്രസിനെ തോൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് ആ സമയത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളത്. നാളെ വേറെ ആരെങ്കിലും അധികാരത്തിലാണെങ്കിൽ ആ ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അവരെ താഴെ ഇറക്കിയാൽ മതി, അല്ലെങ്കിൽ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അധികാരം നിലനിർത്തിയാൽ മതി എന്നൊരു ചിന്തയാണ് CPM-നുള്ളത്. അതുകൊണ്ട് അവർ ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കും, അവർ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കും. അതിന് നടുക്ക് മറ്റൊരു വർഗീയത ഉണ്ടോ, അതിനെ കൂട്ടുപിടിക്കാനും യാതൊരു തരത്തിലും മടിയില്ല. അതുകൊണ്ടാണ് വിവിധ വിഷയങ്ങളിൽ കേരളത്തിൽ വർഗീയതയുടെ സ്പേസ് ഉണ്ടാവുന്നത്. ഞാൻ സ്പെസിഫിക്കലി ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്നില്ല, പക്ഷെ വർഗീയതയ്ക്ക് സ്പേസ് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും രണ്ട് സൈഡിലും നിന്ന് കളി കളിക്കുന്ന കളിയാണ് CPM എടുത്തു പോകുന്നത്. അതായത് വേട്ടക്കാരനൊപ്പം ഓടുകയും ഒപ്പം തന്നെ ഇരയുടെ ഒപ്പമാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. അതിനാണല്ലോ നമ്മൾ ഈ ആട്ടിൻ തോലിട്ട പിണറായി വിജയൻ എന്ന് പറയുന്നത്. ആട്ടിൻ തോലിട്ട പിണറായി വിജയനാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നമ്മൾ കണ്ടത്. അതായത് ഇപ്പോ ചിലപ്പോ ഗൗതം പറയുമ്പോൾ, ഗൗതം ജനത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഗൗതം പറയും എന്ത്, ഇവിടെ ന്യൂനപക്ഷ വർഗീയതയ്ക്കൊപ്പം ആയിരുന്നു പിണറായി വിജയൻ. മറ്റേതെങ്കിലും ചാനൽ, അത് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ചാനൽ, ന്യൂനപക്ഷ മാനേജ്മെന്റിലുള്ള ചാനൽ പറയും അവർ ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പമായിരുന്നു പിണറായി വിജയൻ. നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും തെറ്റിപ്പോയി. ഈ ഏത് ഗ്യാപ്പിലാണോ വോട്ടുള്ളത്, ഏത് വർഗീയതയ്ക്ക് ഒപ്പം നിന്നാൽ എവിടെയാണോ വോട്ട് കിട്ടുന്നത് അവിടെ ആ വർഗീയതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ മുഖമുദ്ര, അല്ലെങ്കിൽ LDF-ന്റെ മുഖമുദ്ര. അതായത് ഒരു അവിയൽ മുന്നണിയുമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ, നിശബ്ദമായ ഒരു അവിയൽ മുന്നണിയുമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. RSSന്റെ പിന്തുണ, RSSന്റെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. BJP-യുടെ RSSന്റെ വോട്ട് പലയിടത്തും CPM മേടിച്ചിട്ടില്ല. അതിലേക്കാണ് ഞാൻ വരുന്നത് ശ്രീ വസന്ത്. അങ്ങനെ